ഏഷ്യാകപ്പിന് പിന്നാലെ അവസാനിക്കാതെ ഇന്ത്യ പാകിസ്ഥാൻ വിവാദങ്ങൾ. പഹൽഗാം ഇരകൾക്ക് മാച്ച് ഫീസ് സമർപ്പിച്ച് സൂര്യകുമാർ യാദവ് വീണ്ടും പാകിസ്ഥാന് മറുപടി നൽകി. സൂര്യകുമാർ മറ്റാരുടെയോ തീരുമാനമാണ് നടപ്പാക്കുന്നതെന്ന ആരോപണവുമായി പാക് നായകൻ സൽമാനും രംഗത്തെത്തി. പാക് മന്ത്രിയിൽ നിന്നും കിരീടം ഏറ്റുവാങ്ങാതിരുന്ന ഇന്ത്യൻ ടീമിനെ അഭിനന്ദിക്കുകയാണ് ഇന്ത്യൻ ആരാധകർ. സ്പോർട്സ് ഡെസ്കിൽ നിന്നും ഖിലാഫ് അഹമ്മദ് കൂടുതൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കും. ഖിലാഫ്, ഏഷ്യാകപ്പിൽ ഇന്ത്യ കിരീടത്തിൽ മുത്തമിട്ടെങ്കിലും ഇപ്പോഴും വിവാദങ്ങളൊന്നും അങ്ങനെ അവസാനിക്കുന്ന ലക്ഷണം കാണുന്നില്ല. എന്തൊക്കെയായിരുന്നു ഈ പാക് നായകന്റെ ആരോപണങ്ങൾ? സൂര്യയുടെ മറുപടി അത് എങ്ങനെയായിരുന്നു? സംഗീത, തീർച്ചയായും അതായത് ഇന്ത്യ ഏഷ്യാകപ്പിൽ മുത്തമിട്ടെങ്കിലും ഒരു വിവാദം മാറിയിട്ടില്ല. എന്തായാലും ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന സൽമാൻ ആഗയുടെ വാർത്താ സമ്മേളനത്തിലായിരുന്നു ഇന്ത്യൻ നായകനായിട്ടുള്ള സൂര്യകുമാർ യാദവിനെ കടന്നാക്രമിച്ചുകൊണ്ടുള്ള വാക്കുകൾ പുറത്തു വന്നത്. കാരണം ഹസ്തദാന വിവാദത്തിൽ നേരത്തെ, അതായത് ഈ ഒരു ടൂർണമെന്റ് തുടക്കത്തിന് മുമ്പ് തന്നെ സൂര്യകുമാർ യാദവ് ഹസ്തദാനം നൽകിയിരുന്നു. എന്നാൽ പിന്നീടുള്ള മത്സരങ്ങളിൽ ആരുടെയോ നിർദ്ദേശപ്രകാരമാണ് സൂര്യകുമാർ ഈ ഒരു ഹസ്തദാനം നൽകാത്തത്. കൂടാതെ ഇതിൽ സൂര്യകുമാറിന്റെ തീരുമാനമല്ല ഹസ്തദാനം നൽകാത്തത്. പിന്നെ അതേപോലെ തന്നെ പറയുന്നത് ടൂർണമെന്റിൽ സംഭവിച്ചതെല്ലാം വളരെ മോശമായ കാര്യങ്ങളാണ്. ഒപ്പം ഈ ഒരു വിവാദങ്ങളെല്ലാം ഏറ്റവും വേഗത്തിൽ അവസാനിക്കുമെന്നും ഈ പാകിസ്ഥാൻ നായകൻ പറയുന്നു. എന്നാൽ അതേ രീതിയിൽ അത് തിരിച്ചടിക്കുകയായിരുന്നു സൂര്യകുമാർ യാദവിന്റെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത്. കാരണം നമുക്കറിയാം, ഈ പഹൽഗാം ഭീകരാക്രമണത്തിൽ ഇരകളായവർക്കും അതേപോലെ തന്നെ ഇന്ത്യൻ സേനകൾക്കും തന്റെ ടൂർണമെന്റിലെ മാച്ച് ഫീസ് മുഴുവനും സമർപ്പിച്ചുകൊണ്ടായിരുന്നു പാകിസ്ഥാനിനെ സൂര്യകുമാർ യാദവ് മറുപടി നൽകിയത്. എന്തായാലും ഈ ഒരു മത്സരത്തെ നമ്മൾ എടുത്തു പറയേണ്ടത്, ഇന്ത്യ ഈ കഴിഞ്ഞ ദിവസം കിരീടം സ്വീകരിക്കാൻ മൊഹ്സിൻ നഖ്വി, അതായത് പാകിസ്ഥാൻ മന്ത്രിയും അതേപോലെ തന്നെ ACC അധ്യക്ഷനുമായിട്ടുള്ള മൊഹ്സിൻ നഖ്വിയിൽ നിന്ന് കിരീടം സ്വീകരിക്കാൻ ഇന്ത്യ തയ്യാറായിരുന്നില്ല. ഇതിന്റെ പിന്നാലെ ഈ കിരീടം കൊണ്ടും മൊഹ്സിൻ നഖ്വി പിന്നാലെ ഹോട്ടൽ റൂമിലേക്ക് മടങ്ങിയിരുന്നു. ഇതിന് പിന്നാലെ ആഘോഷമായിട്ട് താരങ്ങൾ കിരീടമില്ലാതെ ആഘോഷിച്ചിരുന്നു. പിന്നീട് ഇന്ത്യൻ താരങ്ങളുടെ നിരവധി അഭിനന്ദന പ്രവാഹമാണ് ഇന്ത്യൻ സംഘത്തിന് നെറ്റിയത്. പിന്നെ അതിൽ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം, റണ്ണേഴ്സ് അപ്പ് ചെക്ക് ലഭിച്ചപ്പോൾ ഈ സൽമാൻ ആഗ, അതായത് പാകിസ്ഥാന്റെ നായകൻ, അമർഷം രേഖപ്പെടുത്തിയത് ആ ചെക്ക് വലിച്ചെറിഞ്ഞുകൊണ്ടായിരുന്നു. ഒപ്പം ഇന്ത്യൻ ആരാധകർ ഈ സൽമാൻ ആഗയെ വിളിക്കുകയും ചെയ്തു. എന്തായാലും ഈ ഒരു വിവാദം ഇപ്പോഴൊന്നും അവസാനിക്കാത്ത രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സംഗീത, തീർച്ചയായും ഖിലാഫ് അത് തന്നെയാണ് ഏറ്റവും പുതിയ വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കുന്നത്.